Just define comparative politics in different ways. പല ചിന്തകന്മാരും എന്താ ഈ പൊളിറ്റിക്കൽ സയൻസിനെ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിനെ പല രീതിയിലാണ് എന്തിരിക്കുന്നത് ഡിഫൈൻ. നമ്മൾ പൊളിറ്റിക്സിൽ നമ്മൾ പറഞ്ഞു അരിസ്റ്റോട്ടലിൻ്റെ ഡെഫിനിഷൻ എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് ഈസ് ദി സ്റ്റഡി ഓഫ് സിറ്റി സ്റ്റേറ്റ് എന്നായിരുന്നു. അതിനുശേഷം വന്ന പല ചിന്തകന്മാരും ജീൻ ബോഡിൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം, ഗാർണർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായം എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ സയൻസ് ഈസ് ദ സയൻറ്റിഫിക് സ്റ്റഡി ഓഫ് ദ ഫൗണ്ടേഷൻസ് ഓഫ് സ്റ്റേറ്റ് ആൻഡ് പ്രിൻസിപ്പിൾസ് ഓഫ് ഗവൺമെൻറ്. അപ്പോൾ അത് രണ്ടും കൂടി വന്നു. ആദ്യം സിറ്റി സ്റ്റേറ്റ് വന്നു, പിന്നെ സ്റ്റേറ്റായി, പിന്നെ ഗവൺമെൻറ്റായി. പിന്നെ അതിലെ ഏറ്റവും ലേറ്റസ്റ്റ് എന്ന് പറയുന്നത് ഹരോൾഡ് ജെ ലാസർ. അദ്ദേഹത്തിൻ്റെ ഡെഫിനിഷൻ നമ്മൾ നേരത്തെ പറഞ്ഞത് പൊളിറ്റിക്കൽ സയൻസ് ഈസ് ദ ഷേപ്പിംഗ് ആൻഡ് ഷെയറിംഗ് ഓഫ് പവർ. അപ്പോൾ പൊളിറ്റിക്സിൻ്റെ കോൺസെപ്റ്റിൽ എന്ത് ചെയ്തു, ഒരുപാട് മാറ്റം ആ ഗ്രീക്ക് സിറ്റി സ്റ്റേറ്റിൽ നിന്നും ഇന്നത്തെ മോഡേൺ പ്രിന്റിലേക്ക് വന്നപ്പോൾ മാറ്റമുണ്ട്. ഇപ്പം നമ്മൾ പറയുന്നത് പൊളിറ്റിക്സ് മീൻസ് പവർ. അതാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് കോൺസെപ്റ്റ് ചെയ്ത പൊളിറ്റിക്സ്. അപ്പോൾ അതേപോലെ തന്നെ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിനെ കുറിച്ച് പല ചിന്തകന്മാരും പല അഭിപ്രായത്തിലാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത്. അതിൽ ആദ്യത്തെ ആളെന്ന് പറയുന്നത് ഫ്രീമാൻ. ഡെഫിനിഷൻസ് കറക്റ്റായിട്ട് തന്നെ എക്സാമിന് കോട്ട് ചെയ്യണം. നമ്മുടെ സ്വന്തം സെമസ്റ്ററിൽ അവർ എന്ത് പറഞ്ഞ് അതേപോലെ തന്നെ ഫോളോ ചെയ്യും, അത് പഠിച്ചാൽ പറ്റുമെങ്കിലൊക്കെ ബൈ ഹാർട്ട് ചെയ്ത് വെച്ചോളാം. ഡെഫിനിഷൻസ് കോട്ടിങ് വരുന്ന ഭാഗങ്ങൾ അതേപോലെ എഴുതണം. അതൊന്ന് എക്സാമിന് എഴുതുമ്പോൾ ഒന്ന് അനലൈസ് ചെയ്ത് പോകണം. മെയിൻ പോയിൻറ്റ്സ് എല്ലാം അനലൈസ് ചെയ്ത് കാണിക്കും. അപ്പോൾ പേപ്പർ എടുത്ത് നോക്കുന്ന ഒരാൾക്ക് എന്ത് ചെയ്യാം, നമുക്ക് സംഭവം അറിയാം എന്നുള്ളത്. അപ്പോൾ അത് മെയിൻ പോയിൻ്റ് ഇപ്പോൾ നമ്മൾ എഴുതിയിട്ട് അനലൈസ് ചെയ്തൊക്കെ പോകും. അപ്പോൾ കറക്റ്റ് അവർക്ക് പേപ്പർ വാല്യൂഷൻ ചെയ്യുന്നവർക്ക് കറക്റ്റ് കിട്ടും. സോ അക്കോർഡിംഗ് ടു E.F. Freeman, comparative politics is comparative analysis of various forms of government and divergent political institutions. ഇപ്പോൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് എ കമ്പാരിറ്റീവ് അനാലിസിസ്, താരതമ്യാത്മകമായ വിശകലനമാണ്. എന്നതിനെക്കുറിച്ചൊക്കെയാണ് വേരിയസ് ഫോംസ് ഓഫ് ഗവൺമെൻറ്റിൻ്റെ വ്യത്യസ്ത രൂപങ്ങളെക്കുറിച്ചും ആൻഡ് ഡൈവേർജൻറ്റ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഡിഫറെൻ്റ് ആയിട്ടുള്ള രാഷ്ട്രീയ സ്ഥാപനങ്ങളെക്കുറിച്ചും. ഇപ്പം ഗവൺമെൻറ്റിൻ്റെ വിവിധ രൂപങ്ങളെന്ന് പറയുമ്പോൾ ഒന്ന് പാർലമെൻ്ററി കേട്ടിട്ടുണ്ടല്ലോ. ഇന്ത്യയിൽ നമ്മൾ ഫോളോ ചെയ്യുന്ന പാർലമെൻ്ററി ഫോം ഓഫ് ഗവൺമെൻറ്. അമേരിക്കയിലോ പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഗവൺമെൻറ്. ദെൻ നമ്മുടെ തൊട്ട അയൽപക്കത്തെ രാജ്യം ശ്രീലങ്ക, അവിടെ എന്താണ് കോസി പ്രസിഡൻഷ്യലാണ്. മീൻസ് രണ്ടും ഉണ്ട്, പാർലമെൻ്ററി ഉണ്ട്, പ്രസിഡൻഷ്യൽ ഉണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഗവൺമെൻറ്റിനെ കുറിച്ചും ഡിഫറെൻ്റ് ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, ആ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനെ കുറിച്ചുമുള്ള കമ്പാരിറ്റീവ് അനാലിസിസ്, താരതമ്യാത്മകമായ വിശകലനമാണ് ഏതാ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. സോ അക്കോർഡിംഗ് ടു ഫ്രീമാൻ, കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ഈസ് ദ കമ്പാരിറ്റീവ് അനാലിസിസ് ഓഫ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഗവൺമെൻറ് ആൻഡ് ഡൈവേർജൻറ്റ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. വ്യത്യസ്ത രാഷ്ട്രീയ സ്ഥാപനങ്ങളെയും വ്യത്യസ്ത ഗവൺമെൻറ്റുകളുടെ രൂപങ്ങളെയും കുറിച്ചുമുള്ള താരതമ്യാത്മകമായ വിശകലനമാണ് എന്തെന്ന് പറയുക, കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഇത് പറഞ്ഞത് E.F. Freeman. പേരും ഡെഫിനിഷൻസും അതേപോലെ പഠിച്ചു. ദെൻ സെക്കൻഡ് വൺ ജീൻ ബ്ലെൻഡൽ. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ് ദ പാറ്റേൺ ഓഫ് നാഷണൽ ഗവൺമെൻറ് ഇൻ ദ കണ്ടംപററി വേൾഡ്. ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് പാറ്റേൺ ഓഫ് നാഷണൽ ഗവൺമെൻറ്. അതായത് ദേശീയ ഗവൺമെൻറ്റുകളുടെ പാറ്റേൺ മീൻസ് പാറ്റേൺ, രീതികൾ, രൂപങ്ങളെക്കുറിച്ച് എവിടെയുള്ളതാണ് ഇൻ ദ കണ്ടംപററി വേൾഡ്. കണ്ടംപററി വേൾഡ് മീൻസ് പ്രസൻറ്റ് വേൾഡ്. ഇന്ന് നമ്മുടെ സമകാലിക ലോകത്തിലുള്ള വിവിധ ദേശീയ ഗവൺമെൻറ്റുകളുടെ രീതികളെ, പ്രവർത്തന രീതികളെക്കുറിച്ചുള്ള പഠനമാണ് എന്താ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. നമ്മൾ നേരത്തെ പറഞ്ഞു ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ ഫിലോസഫേഴ്സും ഡിഫറെൻ്റ് ആയിട്ടാണ് ഇതിനെ കാണുന്നത്, ഈ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിനെ കാണുന്നത്. ആദ്യം നമ്മൾ പറഞ്ഞത് വേരിയസ് ഫോംസ് ഓഫ് ഗവൺമെൻറ്റും പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനും തമ്മിലുള്ള കമ്പാരിറ്റീവ് അനാലിസിസ്. ഇവിടെ പറയുന്നത് അതെല്ലാം എന്താണ്, പാറ്റേൺസ് ഓഫ് നാഷണൽ ഗവൺമെൻറ് ഇൻ ദ കണ്ടംപററി വേൾഡ്. നമ്മുടെ സമകാലിക ലോകത്ത് നിലനിൽക്കപ്പെടുന്ന ദേശീയ ഗവൺമെൻറ്റുകളുടെ പ്രവർത്തന രീതികളെക്കുറിച്ചുള്ള പഠനമാണ് ഏതാ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. ഇനി മറ്റൊരാളെന്ന് പറയുന്നത് കർട്ടിസ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ഈസ് കൺസേൺഡ് വിത്ത് significant regularities, similarities and differences in the working of political institutions and political behavior. ആളുടെ പേര് കർട്ടിസ് എന്നാണ്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ഈസ് കൺസേൺഡ് വിത്ത്
സിഗ്നിഫിക്കൻ്റ് റെഗുലാരിറ്റീസ് ആൻഡ് സിമിലാരിറ്റീസ്. റെഗുലാരിറ്റീസ് മീൻസ് ക്രമങ്ങൾ, ഇപ്പോൾ ക്രമാനുഗതം എന്ന് പറയും റെഗുലാരിറ്റീസ്. ദെൻ സിമിലാരിറ്റീസ് സമാനതകളും, ആൻഡ് ഡിഫറൻസസ് വൈവിധ്യങ്ങൾ എവിടെയാണ്? ഇൻ ദ വർക്കിംഗ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. നമ്മുടെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്ന രാഷ്ട്രീയ സ്ഥാപനങ്ങളുടെ എന്താണ് ഡിഫറൻസസിനെ കുറിച്ചും വൈവിധ്യങ്ങളെക്കുറിച്ചും അവയുടെ സമാനതകളെക്കുറിച്ചും അവയുടെ ക്രമീകരണങ്ങളെക്കുറിച്ചുമുള്ള പഠനമാണ് എന്താണ് കമ്പാരിറ്റീവ് സ്റ്റഡി. അതോടൊപ്പം ഒന്നുകൂടി അതിൽ വരുന്നു പൊളിറ്റിക്കൽ ബിഹേവിയർ, രാഷ്ട്രീയപരമായ പെരുമാറ്റം അല്ലെങ്കിൽ രാഷ്ട്രീയപരമായ ചേഷ്ടകൾ. ഇപ്പോൾ രാഷ്ട്രീയ പെരുമാറ്റങ്ങളെയും രാഷ്ട്രീയപരമായ സ്ഥാപനങ്ങളുടെയും അവയുടെ വൈവിധ്യങ്ങളും അവയുടെ സമാനതകളും അവയുടെ ക്രമീകരണങ്ങളെയും കുറിച്ച് നമ്മൾ എന്ത് ചെയ്യുന്നു? കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ പഠിക്കും. പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുമ്പോൾ ഒരുപാടെണ്ണമുണ്ട്. ഒന്ന് സ്റ്റേറ്റ് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷനാണ് അല്ലേ, സൊസൈറ്റി, അങ്ങനെ വരുന്ന ഒരുപാട് പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പ്രവർത്തനങ്ങളാണ് ഇവിടെ കാണാൻ കഴിയുക, നമുക്ക് കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൽ കാണാനായിട്ട് കഴിയും. അക്കോർഡിംഗ് ടു ബ്രൈബാൻറ്റി എന്ന് പറയും, അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ഈസ് ദ ഐഡൻറ്റിഫിക്കേഷൻ ആൻഡ് ദി ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫാക്ടേഴ്സ് in the whole social order which appears to affect whatever political functions and their institution which have identified and listed for comparison. അല്പം വലിയൊരു ഡെഫിനിഷനാണ്, വേണമെങ്കിൽ അങ്ങ് ഒഴിവാക്കാം. വായിച്ച് ഞാൻ പറയാൻ സംഭവം പഠിക്കുമ്പോൾ മനസ്സിലായില്ല എങ്കിൽ എന്ത് ചെയ്യാം, ഒഴിവാക്കി. കാരണം ബാക്കി 3 ഡെഫിനിഷൻ സിമ്പിളാണ്. അപ്പോൾ നിങ്ങൾ താഴെ പറയും, ഇത് ഞാൻ പറയാം, അല്പം ടഫായിട്ട് തോന്നും. കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ ഐഡൻറ്റിഫിക്കേഷൻ, ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ തിരിച്ചറിവ്, ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻ വിശകലനം അല്ലേ, ഇൻ്റർപ്രിട്ടേഷൻ വിമർശനം എന്തിനാണ്, ഓഫ് ഫാക്ടേഴ്സ് ഇൻ ദ ഹോൾ സോഷ്യൽ ഓർഡർ, നമ്മുടെ സാമൂഹ്യ ക്രമത്തിലുള്ള എല്ലാ ഘടകങ്ങളെയും കുറിച്ചും അവയുടെ വിമർശനവും തിരിച്ചറിവുമാണ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ്. സോ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് is the identification and the interpretation of factors in the whole social order. നമ്മുടെ മൊത്തത്തിലുള്ള ഒരു സാമൂഹ്യ ഓർഡർ ഉണ്ട് നമ്മുടെ സമൂഹത്തിൽ അല്ലേ, അവിടെ നിലനിൽക്കപ്പെടുന്ന ഒരുപാട് ഘടകങ്ങളുണ്ട്, അവയുടെ വിമർശനവും ഐഡൻറ്റിഫിക്കേഷനുമാണ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. which appears to affect whatever political functions and their institutions. അവ എന്ത് ചെയ്യുന്നു, അവ അഫക്റ്റ് ചെയ്യും എവിടെയൊക്കെയാണ്, പൊളിറ്റിക്കൽ ഫങ്ഷൻസിനും രാഷ്ട്രീയപരമായിട്ടുള്ള ചുമതലകളും ആ രാഷ്ട്രീയ ചുമതലകൾ നിർവഹിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ആ ഇൻസ്റ്റിറ്റ്യൂഷനെയും അഫക്റ്റ് ചെയ്യുന്ന സാമൂഹ്യ ക്രമങ്ങളെക്കുറിച്ചുള്ള അവയുടെ തിരിച്ചറിവും അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനുമാണെന്ന് പറയുന്നത് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. അത് വേറെ നമ്മുടെ സോഷ്യൽ ഓർഡർ, ആ സോഷ്യൽ ഓർഡറിൽ അത് നിലനിൽക്കണമെങ്കിൽ അവയ്ക്ക് കുറേ പൊളിറ്റിക്കൽ ഫങ്ഷൻസ് ഉണ്ടാവും. ആ പൊളിറ്റിക്കൽ ഫങ്ഷൻ പെർഫോം ചെയ്യുന്ന ആരാണ്, ഒരു പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആയിരിക്കും. അപ്പോൾ ആ പൊളിറ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ പൊളിറ്റിക്കൽ ഫങ്ഷൻസിനെ കുറിച്ചും അവയുടെ പ്രവർത്തനം മൂലം നിലനിൽക്കപ്പെടുന്ന ഒരു സോഷ്യൽ ഓർഡർ ഉണ്ടാവും. അപ്പോൾ ആ സോഷ്യൽ ഓർഡറിൻ്റെ ഇൻ്റർപ്രിട്ടേഷനാണ്, അവയുടെ ഐഡൻറ്റിഫിക്കേഷനാണ് എന്ന് പറയുന്നത് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയും. അത് പറഞ്ഞ ആളുടെ പേര് ഞാൻ പറഞ്ഞു, ബ്രൈബാൻറ്റി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ ഫിലോസഫറാണ്. അത് ഫോളോ ചെയ്യാൻ കഴിയുന്നില്ലെങ്കിൽ അങ്ങ് അവോയ്ഡ് ചെയ്തേക്കാം. ദെൻ അടുത്ത ആളെന്ന് പറയുന്നത് സ്മിത്ത്, അത് നമ്മുടെ ഇതിനകത്തുണ്ട്, ടെക്സ്റ്റിനകത്തുണ്ട് ഡെഫിനിഷൻ. സോ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ഈസ് ദ സ്റ്റഡി ഓഫ്, സ്മിത്ത് എന്ന് പറയുന്ന എക്കണോമിക്സിലെ സ്മിത്താണ്, അതാണ് സ്മിത്ത് അല്ല, അല്ല വേറൊരു സ്മിത്താണ്. അദ്ദേഹത്തിൻ്റെ കറക്റ്റ് ഫുൾ നെയിം ഞാൻ ഓർക്കുന്നില്ല, MG സ്മിത്ത് എന്ന് പറയും. MG സ്മിത്ത് ഇതിനകത്തുള്ളത്. ഓക്കെ, ഇത് ഡെഫിനിഷൻ ഇതിനകത്ത് തന്നെ ഉള്ളത്. ഓക്കെ. So comparative politics is the study of the forms of political organization, the properties, variations and modes of change. അതായത് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നതാണ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻസിൻ്റെ രൂപങ്ങളെക്കുറിച്ചുള്ള പഠനം. ദ ഫോംസ് ഓഫ് പൊളിറ്റിക്കൽ ഓർഗനൈസേഷൻ, ഇനി ദ പ്രോപ്പർട്ടീസ് ആൻഡ് വേരിയേഷൻ, അവയുടെ ഘടകങ്ങളുണ്ട്, അവയുടെ വേരിയേഷൻസ് മീൻസ് വൈവിധ്യങ്ങൾ, അതിൻ്റെ മോഡ്സ് ഓഫ് ചേഞ്ച്,
മാറ്റങ്ങളുടെ വിവിധ രൂപം. അതായത് ഈ വേറൊന്നുമില്ല, അതിനകത്ത് നമ്മുടെ പൊളിറ്റിക്കൽ ഓർഗനൈസേഷനകത്ത് എന്തൊക്കെ മാറ്റം ഉണ്ടാവുന്നു, അവയിലുണ്ടാകുന്ന വേരിയേഷൻസ് എന്തൊക്കെ, അവയിലുണ്ടാകുന്ന പ്രോപ്പർട്ടീസ്, അതിൻ്റെ ഘടകങ്ങൾ ഏതൊക്കെ എന്നതിനെ കുറിച്ചുള്ള പഠനമാണ് ഏതാ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. അതായത് ചുരുക്കി പറയുകയാണെങ്കിൽ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ഈസ് ദ കമ്പാരിറ്റീവ് അനാലിസിസ് ഓഫ് ഡിഫറെൻറ്റ് പൊളിറ്റിക്കൽ സിസ്റ്റംസ് വിച്ച് ആർ എക്സിസ്റ്റിംഗ് ഇൻ ദ കണ്ടംപററി വേൾഡ്. നമ്മുടെ സമകാലിക സമൂഹത്തിൽ നിലനിൽക്കപ്പെടുന്ന വ്യത്യസ്ത രാഷ്ട്രീയ സംവിധാനങ്ങളെക്കുറിച്ചുള്ള താരതമ്യാത്മകമായ പഠനമാണ് ഏതാ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ. അതിനെ പല ചിന്തകന്മാർ എന്ത് ചെയ്യുന്നു, പല രീതിയിൽ അവരുടെ കാഴ്ചപ്പാടനുസരിച്ച് ഇൻ്റർപ്രറ്റ് ചെയ്തിരിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് ഈ ആരൊക്കെ ഫ്രീമാനും രണ്ടാമത് പറഞ്ഞ ആരായിരുന്നു കർട്ടിസും ജീൻ ബ്ലൻഡലും ഒക്കെ എന്താ അവരുടെ ഒരു ഇൻ്റർപ്രിട്ടേഷൻ കൊടുത്തുകൊണ്ട് പറയുന്നത്. അതായത് കണ്ടംപററി അനാലിസിസ് ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം ഇൻ ദ കണ്ടംപററി വേൾഡ്, സമകാലിക ലോകത്തിലുള്ള സമകാലിക രാഷ്ട്രീയ സംവിധാനങ്ങളെക്കുറിച്ചുള്ള താരതമ്യാത്മകമായ പഠനമാണ് എന്താ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. ഇത്രയാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഇനി നമുക്കത് അതിൻ്റെ കോണറ്റേഷൻസ് ആണ്, ഇൻ്റർപ്രിട്ടേഷൻസ് പറയുന്നുണ്ട്. കണ്ടിന്യൂ ചെയ്യാമല്ലോ അല്ലേ? വായിച്ച് നോക്കണോ ഇത്? ഓക്കെ. അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ആണ്. സോ ദ ടേം കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ഹാവ് 3 connotations. 3 ഇൻ്റർപ്രിട്ടേഷൻസ് നമുക്ക് എന്ത് നൽകാം? കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് നൽകാം. ഒന്നാമത്തത് പൊളിറ്റിക്കൽ ആക്ടിവിറ്റി, then political process and political power. That means comparative politics is centered around these 3 aspects. ഒന്ന് പൊളിറ്റിക്കൽ ആക്ടിവിറ്റി, മറ്റൊന്ന് പൊളിറ്റിക്കൽ പ്രോസസ്, മറ്റൊന്ന് പൊളിറ്റിക്കൽ പവർ. ഇത് നമുക്ക് ഓരോന്ന് നോക്കണം എന്താണെന്ന്. ഫസ്റ്റ് ഓഫ് ഓൾ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി എന്താണെന്ന് നോക്കാം. നമുക്കറിയാം പൊളിറ്റിക്സ് ഈസ് എ കണ്ടിന്യൂസ് ആൻഡ് എവർ ചേഞ്ചിങ് ആക്ടിവിറ്റി. രാഷ്ട്രീയം എന്ന് പറയുന്നത് എന്താണ്? തുടർച്ചയായിട്ട് നമ്മൾ ചെയ്യുന്ന എപ്പോഴും മാറ്റങ്ങൾക്ക് വിധേയമായി കൊണ്ടിരിക്കുന്ന ഒന്നാണ് ഏതാ രാഷ്ട്രീയം. അതിനൊരിക്കലും ഒരു സ്റ്റെബിലിറ്റി ഇല്ല, ഉണ്ടോ പൊളിറ്റിക്സിന്? ഒരു സ്റ്റാഗ്നൻ്റ് സ്റ്റേജിൽ ഒരിക്കലും നിൽക്കുന്നില്ല രാഷ്ട്രീയം എന്ന് പറയുന്നത്. എപ്പോഴും അതെന്താ മാറ്റങ്ങൾക്ക് വിധേയമാണ് രാഷ്ട്രീയം എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് കൺസിസ്റ്റ് ഓഫ് ദ എഫേർട്സ് ബൈ വിച്ച് ദ കണ്ടീഷൻസ് ഓഫ് കോൺഫ്ലിക്റ്റ് ആർ ക്രിയേറ്റഡ് ആൻഡ് സോൾവ്ഡ് ഇൻ ദ സ്ട്രഗിൾ ഫോർ പവർ. പൊളിറ്റിക്സിൻ്റെ ബേസ് എന്നാണ് നേരത്തെ പറഞ്ഞു, എന്താണ്? സ്ട്രഗിൾ ഫോർ പവറാണ്. അധികാരത്തിന് വേണ്ടിയിട്ടുള്ള മത്സരമാണ് എന്താ രാഷ്ട്രീയം. അപ്പോൾ ആ അധികാരത്തിന് വേണ്ടി മത്സരിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം എഫേർട്ടുകൾ അതിനകത്ത് ചെയ്യും, അതിലെന്തെല്ലാം കോൺഫ്ലിക്റ്റുകൾ ഉണ്ടാവും, ആ കോൺഫ്ലിക്റ്റുകളെ നമ്മൾ എങ്ങനെ സോൾവ് ചെയ്യും, അതാണ് എന്താ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതായത് പൊളിറ്റിക്കൽ ആക്ടിവിറ്റി ഇൻക്ലൂഡ്സ് ദി എഫേർട്സ് ബൈ വിച്ച് ദ കണ്ടീഷൻസ് ഓഫ് കോൺഫ്ലിക്റ്റ് ആർ ക്രിയേറ്റഡ്. ഒരു കോൺഫ്ലിക്റ്റ് ഉണ്ടാകുവാൻ നമ്മൾ എന്തെല്ലാം കണ്ടീഷൻസ് വേണം, അതിനെന്തെല്ലാം എഫേർട്ടുകൾ നമ്മളവിടെ ചെയ്യും. അതിന് ആ കോൺഫ്ലിക്റ്റ് ഉണ്ടായാൽ നമ്മൾ എന്ത് ചെയ്യണം? അത് സോൾവ് ചെയ്യണം. അതിനുവേണ്ടി നമ്മൾ എടുക്കുന്ന എഫേർട്ടുകൾ എന്തൊക്കെ? ഇത് എന്തിനു വേണ്ടിയിട്ടാണ് ഈ കോൺഫ്ലിക്റ്റ് നമ്മൾ ഏർപ്പെടുന്നത്? ഫോർ മെയിൻറ്റെയിനിങ് പവർ, അല്ലേ? അധികാരം നേടിയെടുക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ നമ്മൾ നടത്തുന്ന പ്രവർത്തനമാണ് എന്തെന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ആക്ടിവിറ്റി. ശരിക്കും പറയുകയാണെങ്കിൽ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി മീൻസ് ദ കോൺഫ്ലിക്റ്റ് ആൻഡ് കോൺഫ്ലിക്റ്റ് സൊല്യൂഷൻ. എങ്ങനൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവും ആൻഡ് ഹൗ വി ക്യാൻ റിസോൾവ് ദാറ്റ് കോൺഫ്ലിക്റ്റ്, ദാറ്റ് ഇൻക്ലൂഡ്സ് പൊളിറ്റിക്കൽ ആക്ടിവിറ്റി. ഇപ്പോൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സിനകത്ത് 3 കോൺസെപ്റ്റ്സ് വരുന്നു. അതിലൊന്നാമത്തെയാണ് എന്താ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. പൊളിറ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ദ എഫേർട്സ് ബൈ വിച്ച് വി മെയ്ഡ് ഫോർ എ കോൺഫ്ലിക്റ്റ് ആൻഡ് ദ എഫേർട്സ് ബൈ വിച്ച് ടേക്ക് ടു റിസോൾവിങ് ദാറ്റ് കോൺഫ്ലിക്റ്റ്. ഇതിൻ്റെ ബേസിക് എന്ന് പറയുന്നത് സ്ട്രഗിൾ ഫോർ പവർ, അധികാരത്തിന് വേണ്ടിയിട്ടുള്ള മത്സരം. അതാണ് പൊളിറ്റിക്സിൻ്റെ ബേസ്. അതിനുവേണ്ടി നമ്മൾ എന്തെല്ലാം എഫേർട്ടുകൾ എടുക്കുന്നോ അങ്ങനെ എഫേർട്ടുകൾ എടുക്കുമ്പോൾ ആ കോൺഫ്ലിക്റ്റായിട്ട് മാറാം. ആ കോൺഫ്ലിക്റ്റ് നമ്മൾ എങ്ങനെ റിസോൾവ് ചെയ്യുന്നു, അതാണ് ദ പൊളിറ്റിക്കൽ ആക്ടിവിറ്റി എന്ന് പറയുന്നത്. രണ്ടാമത്തെ ആസ്പെക്ട്സ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പ്രോസസ്സാണ്, രാഷ്ട്രീയ പ്രക്രിയ എന്ന് പറയുന്നത്. അതായത് ഇറ്റ് ഈസ് ദ extension of political activity by which certain agencies and associations influence in the decision making process with a view to protect their interest. That is the extension of political activity. Political process എന്ന് പറയുന്നത് is the extension of political activity. നമ്മൾ നേരത്തെ പറഞ്ഞു പൊളിറ്റിക്കൽ ആക്ടിവിറ്റി എന്താണ്? കോൺഫ്ലിക്റ്റ് സൊല്യൂഷനുമാണ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ ആക്ടിവിറ്റി. അങ്ങനെ നമ്മൾ കുറച്ചുകൂടി എന്ത് ചെയ്യുന്നു? എക്സ്റ്റെൻഡ് ചെയ്യുന്നു. ഇവിടെ വരുന്നത് ചില ഏജൻസീസും അസോസിയേഷൻസിൻ്റെയും സഹായം ഉണ്ടായിരിക്കും. അതായത് നമ്മുടെ ഒരു ഇൻട്രസ്റ്റിനെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യണം. ആ ഇൻട്രസ്റ്റിനെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? നമ്മൾ ചില തീരുമാനങ്ങൾ എടുക്കും.
അപ്പോൾ നമുക്കൊരു ഇൻട്രസ്റ്റ് ഉണ്ട്, അതിന് നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്തേ പറ്റത്തുള്ളൂ. അതിനുവേണ്ടി നമുക്ക് എന്ത് വേണം? നമ്മളായിട്ട് ചില തീരുമാനങ്ങൾ എന്ത് ചെയ്യും? എടുക്കും. അപ്പോൾ അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ചില ഏജൻസികളും ചില അസോസിയേഷനുകളും എന്ത് ചെയ്യുന്നു? ഉണ്ടായിരിക്കും. അപ്പോൾ അതിനകത്ത് ഉണ്ടാകുന്ന പൊളിറ്റിക്കൽ ആക്ടിവിറ്റീസിൻ്റെ എക്സ്റ്റൻഷനാണ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പ്രോസസ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ പറയുമ്പോൾ ഒരിക്കലും സ്റ്റേറ്റ് എന്ന് പറയുന്ന ഏജൻസിയെ മാത്രം നമുക്കിതിനകത്ത് ഉൾക്കൊള്ളിക്കാൻ കഴിയത്തില്ല. പൊളിറ്റിക്സിനകത്ത് സ്റ്റേറ്റ് മാത്രമല്ല പൊളിറ്റിക്സിൽ വരുന്നത്, അല്ലാതെയുള്ള നോൺ സ്റ്റേറ്റ് ഏജൻസീസ് ഉണ്ട് അല്ലേ? NGO അസോസിയേഷൻസ് അത് ഇതിൻ്റെ ഭാഗമാണ്, പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ടുള്ള അസോസിയേഷനുകളുണ്ട്. ടീച്ചേഴ്സ് അസോസിയേഷൻ, ലോയേഴ്സ് അസോസിയേഷൻ, ഡോക്ടേഴ്സ് അസോസിയേഷൻ, ഇതെല്ലാം ഇതിൻ്റെ ഭാഗമാണ്, പൊളിറ്റിക്സിൻ്റെ ഭാഗമാണ്. ഇപ്പോൾ സ്റ്റേറ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഏജൻസികളെ മാത്രമല്ല എന്തെന്ന് പറയാം പൊളിറ്റിക്സ്. സോ ഇറ്റ് ഈസ് ദ കോമ്പിനേഷൻ ഓഫ്, ഇറ്റ് ഈസ് ദ മിക്സർ ഓഫ് ബോത്ത് ദ സ്റ്റേറ്റ് ഏജൻസീസ് ആൻഡ് നോൺ സ്റ്റേറ്റ് ഏജൻസീസ്. ഈ നോൺ സ്റ്റേറ്റ് ഏജൻസീസിൻ്റെയും സ്റ്റേറ്റ് ഏജൻസീസിൻ്റെയും കൂടെ മിക്സിങ്, അതിനകത്താണ് എന്ത് വരുന്നത്? പൊളിറ്റിക്കൽ പ്രോസസ്സ് വരുന്നത്. അപ്പോൾ ആ പൊളിറ്റിക്കൽ പ്രോസസ്സിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരുപാട് പൊളിറ്റിക്കൽ ഏജൻസികൾ എന്ത് ചെയ്യുന്നു? കാണുന്നു. അവരുടെയൊക്കെ കൺസെപ്റ്റ് എന്നേ ഉള്ളൂ, ടു പ്രൊട്ടക്റ്റിംഗ് ദെയർ ഓൺ ഇൻട്രസ്റ്റ്. In order to protecting their own interest, they have to take certain decisions. അത്രയാണ് എന്ത് പറയുന്നത്? നമ്മൾ പൊളിറ്റിക്കൽ പ്രോസസ് എന്ന് പറയും. ഇതിൻ്റെ അടുത്തത് പൊളിറ്റിക്കൽ പവർ, മൂന്നാമത്തെ കമ്പോണൻ്റ് ആണ് പൊളിറ്റിക്കൽ പവർ. പവർ എന്ന് പറയുന്നത് അറിയാലോ, അഡിസ് പവർ കേട്ടിട്ടുണ്ടോ? അധികാരം എന്ന് പറയുന്നതാണ്, അധികാരം എന്ന് പറഞ്ഞാൽ ജനങ്ങളെ നമുക്ക് കോമൺ ആയിട്ട് എന്ത് പറയാം? ബിഹേവിയർ ഓഫ് മറ്റൊരാളുടെ സ്വഭാവത്തെ എന്ത് ചെയ്യാൻ, ഇൻഫ്ലുവൻസ് ചെയ്യുവാനുള്ള ഒരു വ്യക്തിയുടെ കപ്പാസിറ്റി, അതിന് നമ്മൾ എന്താ പറയുക? കരിസ്മ. നമ്മുടെ നാട്ടിൽ പൊളിറ്റിക്കൽ ലീഡേഴ്സിന് പണ്ടൊക്കെ ഇട്ടപ്പോൾ ഗാന്ധിജി, നെഹ്റു പോലെയുള്ള പൊളിറ്റിക്കൽ ലീഡേഴ്സിന് ഈ ഒരു കപ്പാസിറ്റി ഉണ്ട്. കരിസ്മാറ്റിക് പേഴ്സണാലിറ്റീസ് ആയിരുന്നു നെഹ്റുവും ഗാന്ധിജിയായിരുന്നു. ഇപ്പോൾ ലേറ്റസ്റ്റ് നമ്മൾ പറയുകയാണെങ്കിൽ നിലവിൽ എനിക്ക് അങ്ങനെ കപ്പാസിറ്റിയുള്ള ആരും തോന്നില്ല. എൻ്റെ അഭിപ്രായത്തിൽ ലേറ്റസ്റ്റ് പറയുകയാണെങ്കിൽ അടൽ ബിഹാരി വാജ്പേയി വരെയുള്ള ഇന്ത്യയിലെ പ്രധാനമന്ത്രിമാരിൽ മോഡിക്കൊരു കരിസ്മാറ്റിക് പേഴ്സണാലിറ്റി ഒരിക്കലും ഞാൻ പറയില്ല. കാരണം പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് വേറെയാണ്. പുള്ളി എന്ന് പറയുന്നത് ശരിക്കും എന്തൊരു പ്രാക്ടിക്കൽ പോളിറ്റിക്സ്, ആ BJPയുടെ ഐഡിയോളജി, ആ ഹിന്ദുത്വം എന്ന് പറയുന്ന അതേ കൺസെപ്റ്റിൽ കൂടി മാത്രം പോകുന്ന വിഷയമാണ്. പക്ഷേ വാജ്പേയിയും മോഡിയും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോൾ ഒരുപാട് ബെറ്റർ വാജ്പേയി ആയിരുന്നു. പുള്ളിക്ക് ആ ഒരു പുള്ളി ഈവൻ ഹീസ് പിന്നെ അദ്ദേഹം ശരിക്കും BJPക്കാരനാണെങ്കിൽ പോലും ഒരു പക്ക BJP എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ് പുള്ളി പോയിട്ടില്ല. ഒരു സെക്കുലർ കൺസെപ്റ്റ് തന്നെയാണ് പുള്ളിക്കാരൻ പോയത്. പക്ഷേ മോഡി അറിയാം, മോഡിയും അദ്വാനിയൊക്കെ എടുക്കുകയാണെങ്കിൽ ശരിക്കും അവർ ആ ഒരു ഒരിക്കലും സെക്കുലർ അല്ല, ആ ഒരു BJP എന്ന് പറയുന്ന ഐഡിയോളജി അല്ലെങ്കിൽ അവരുടെ ശരിക്കും ഒരു ഐഡിയോളജി പ്രധാനപ്പെട്ട എന്ന് പറയുന്നത് ഹിന്ദുത്വമാണ്. ആ ഒരു കൺസെപ്റ്റിലാണ് എന്താ മോഡി ജീവിക്കുന്നത്. പുള്ളി ഒരു ശരിക്കും ഇപ്പോൾ ഒരു കോർപ്പറേറ്റ് മൈൻഡഡ് ആയിട്ട് പുള്ളിക്കാരൻ മാറിയിരിക്കുകയാണ്. ഇന്ത്യ ഒരു കോർപ്പറേറ്റ് സ്റ്റേറ്റാക്കി മാറ്റാൻ അല്ലെങ്കിൽ ഇന്ത്യയുടെ സാമ്പത്തിക വ്യവസ്ഥയെ പോലും നിലവിലുള്ള ആ ഒരു പോളിസി മാറ്റിക്കൊണ്ട് വേറൊരു പോളിസിയിലേക്ക് പുള്ളിക്കാരൻ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഹൈടെക് ആയിട്ട് ഇന്ത്യയെ മാറ്റിയെടുക്കുക. അതിനകത്ത് കൂടുതലുണ്ടാകുമ്പോൾ ഹൈടെക്കിലേക്ക് പോകുമ്പോൾ ഇന്ത്യയിൽ വരുന്ന സിസ്റ്റം എന്ന് പറയുന്നത് ക്യാപിറ്റലിസം ആവും. കാരണം ഇന്ത്യയിൽ ഇതുവരെയും നമ്മൾ ഫോളോ ചെയ്യുന്ന മിക്സഡ് എക്കണോമിക് സിസ്റ്റമാണ്. അതിനകത്ത് നരസിംഹറാവുവിൻ്റെ ഗവൺമെൻറ് കാലഘട്ടത്തിൽ 1991 കൊണ്ടുവന്നൊരു പോളിസിയുണ്ട്. മൻമോഹൻ സിംഗാണ് അത് കൊണ്ടുവരുന്നത്. LPG കേട്ടിട്ടുണ്ടോ? ന്യൂ എക്കണോമിക് പോളിസി, ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ. ആ ഒരു കൺസെപ്റ്റിലാണ് ഇന്ത്യ ഇത്രയും കാലം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ മോഡി വന്നതിന് ശേഷം ആ ഒരു മാറ്റം എനിക്ക് തോന്നുന്നൊരു ക്യാപിറ്റലിസ്റ്റ് ടെൻഡൻസിയിലേക്ക് എന്താ മോഡി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ലക്ഷ്യത്തിലേക്കാണ്. അതുകൊണ്ടാണ് ഇപ്പോൾ അമേരിക്കയുടെ ഒരുപാട് ഒരു ക്ലോസ് റിലയൻസിലേക്ക് പോയി അലയൻസ് വന്നുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ അതുകൊണ്ട് നമുക്ക് തിരിച്ചു വരുന്നത്. സോ പൊളിറ്റിക്കൽ പവർ ഈസ് ദി കപ്പാസിറ്റി ടു അഫക്റ്റ് ദി ബിഹേവിയർ ഓഫ് അതേഴ്സ് ഓർ ടു ഇൻഫ്ലുവൻസ് അതേഴ്സ്. നമുക്ക് മറ്റുള്ളവരെ സ്വാധീനിക്കാനുള്ള കഴിവ്, മറ്റുള്ളവരുടെ പെരുമാറ്റത്തെ നമുക്ക് എന്താ സ്വാധീനിക്കാനുള്ള കഴിവിനെയാണ് എന്താ പറയുക പൊളിറ്റിക്കൽ പവർ എന്ന് പറയുന്നത്. സോ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് ഈസ് നോട്ട് മിയർലി ദി സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്. ഇപ്പോൾ വെറും സ്റ്റേറ്റിനെ കുറിച്ചോ അല്ലെങ്കിൽ ഗവൺമെൻറ്റിനെ കുറിച്ചുമുള്ള പഠനമല്ല എന്ന് പറയാം കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. ആൻഡ് ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് എക്സസൈസ് ഓഫ് പവർ. നമ്മൾ എങ്ങനെ പവർ എക്സസൈസ് ചെയ്യുന്നു, അധികാരം എങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം, കൈകാര്യം ചെയ്യാം എന്നതും കൂടി ഉൾക്കൊള്ളുന്നു ഇവിടെ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്. അതായത് വെറും സ്റ്റേറ്റോ ഗവൺമെൻറ്റോ മാത്രം ചെയ്യുന്നതല്ല കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത്. പിന്നെന്താണ്? ഇറ്റ് ഈസ് ദ സ്റ്റഡി ഓഫ് ദി എക്സസൈസ് ഓഫ് പവർ, ഹൗ വി ക്യാൻ എക്സസൈസ് ദ പവർ. ദാറ്റ് ഈസ് ദ ബേസിക് എലമെൻറ്റ് ഓഫ് കമ്പാരിറ്റീവ് പൊളിറ്റിക്സ്.
So it describes the manner in which power is obtained, exercised and controlled for the sake of humanity. ഇപ്പോൾ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് വെച്ചാൽ നമ്മൾ പറയുന്നതാണ് ഇറ്റ് ഈസ് എ മാനർ മീൻസ് മെത്തേഡ്. എങ്ങനെ നമുക്ക് ഹൗ വി ക്യാൻ ഒബ്റ്റെയിൻ പവർ, എങ്ങനെ പവർ നേടിയെടുക്കാം, ആ നേടിയെടുത്ത പവർ നമുക്ക് എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാം, ആൻഡ് ഹൗ വി ക്യാൻ കൺട്രോൾ ദ പവർ, ആ പവർ എങ്ങനെ നിയന്ത്രിക്കാം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് ഫോർ ദ സേക്ക് ഓഫ് ഹ്യൂമാനിറ്റി ഓർ ഫോർ ദ സേക്ക് ഓഫ് ഹ്യൂമൻ വെൽഫെയർ, മനുഷ്യൻ്റെ ക്ഷേമം അല്ലെങ്കിൽ മനുഷ്യന് വേണ്ടിയിട്ട്, മനുഷ്യൻ്റെ സമൂഹത്തിന് വേണ്ടിയിട്ട് അധികാരം നമ്മൾ നേടിയെടുക്കുന്ന അധികാരം എങ്ങനെ നിലനിർത്തി അത് എങ്ങനെ വിനിയോഗിക്കാം എന്നതാണ് എന്ന് പറയാം കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയും. അപ്പം കമ്പാരിറ്റീവ് പൊളിറ്റിക്സിൻ്റെ 3 കമ്പോണൻ്റാണ്. ഒന്ന് പൊളിറ്റിക്കൽ ആക്ടിവിറ്റി വരുന്നു, പൊളിറ്റിക്കൽ പ്രോസസ്സ് വരുന്നു, പവർ. പവർ മീൻസ് ദ കപ്പാസിറ്റി ഓഫ് എ പേഴ്സൺ ടു ഇൻഫ്ലുവൻസ് ദ ബിഹേവിയർ ഓഫ് അതേഴ്സ്. സോ കമ്പാരിറ്റീവ് പൊളിറ്റിക്സ് എന്ന് പറയുന്നത് എന്തെല്ലാം? ഇറ്റ് ഈസ് നോട്ട് ദ സ്റ്റഡി ഓഫ് സ്റ്റേറ്റ് ആൻഡ് ഗവൺമെൻറ്. സോ ഇറ്റ് ഈസ് എ സ്റ്റഡി ഓഫ് ഹൗ we can exercise the power. So therefore we can say that comparative politics is the manner in which how we obtain power and how we retain power and how we control the power for the welfare of human society. അതാണ് എന്ന് പറയുന്നത് പൊളിറ്റിക്കൽ പവർ. ഈ 3 കൺനോട്ടേഷൻസ് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പഠിക്കുന്നത്. പൊളിറ്റിക്സ് സെൻറ്റേഴ്സ് കൊണ്ടുവന്നു.